മൈക്ക് പിണറായിയുടെ മുന്നിൽ തടസ്സപ്പെട്ടാൽ അത് എരണക്കേടാണ്. എന്നാൽ ചെന്നിത്തല നായരുടെ മുന്നിൽ തടസ്സപ്പെട്ടാലോ സാധാരണമാണ്, സ്വാഭാവികമായി സംഭവിക്കാം. അത് വാർത്തയായില്ലെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ അത് വെച്ചിട്ട് മുൻ സർക്കാരിനെതിരെ 2 ഡയലോഗ് അടിക്കാൻ ചെന്നിത്തലയ്ക്ക് വരെ കഴിയും. ഇതേ കേട്ടെ. ഭരണം മാറിയിട്ടും മൈക്കിന്റെ പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളത്. ഏതായാലും മൈക്കാരൻ ഇനിയും വന്ന് ബുദ്ധിമുട്ടിയില്ല എന്ന് കരുതുകയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. പൊതുവേദികളിൽ പിണറായി വിജയന്റെ മൈക്ക് കേടായ സന്ദർഭങ്ങളിലെല്ലാം എന്തോരം ആഘോഷമായിരുന്നു, എന്തോരം പരിഹാസങ്ങൾ, എന്തോരം ധാർഷ്ട്യ കഥകൾ. ഇപ്പോ ചെന്നിത്തല ജിക്ക് മുന്നിൽ അത് തടസ്സപ്പെട്ടപ്പോൾ മാധ്യമങ്ങൾ തന്നെ അത് സംഭവമല്ല, അതൊക്കെ ഈ നാട്ടിൽ നടക്കണ കാര്യമല്ലേ എന്ന നിലയ്ക്ക് പറയുമ്പോൾ ചെന്നിത്തല തന്നെ എടുത്തിട്ട് സർക്കാർ മാറിയിട്ടുണ്ട്, മൈക്കിന്റെ പ്രശ്നം തീരുന്നില്ല അത്രേ. അതായത് കഴിഞ്ഞ സർക്കാർ ഇരുന്നത് കൊണ്ടാണ് മൈക്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നത്. അത് ആ സർക്കാർ മാറിയതോടുകൂടി പുതിയ സർക്കാർ വന്നാൽ തടസ്സപ്പെടില്ല. പക്ഷെ തടസ്സപ്പെട്ടു. ഏതുപോലെ നിപ്പ വരുന്നത് എരണം കെട്ടവർ ഭരിക്കുന്നത് കൊണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞ് നാവിട്ടതിന് ശേഷം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ കേരളത്തിൽ നിപ്പ റിപ്പോർട്ട് ചെയ്തു. എന്തൊരു എരണം! അതുപോലെ പിണറായി എടുത്ത മൈക്കുകളിൽ ഇനി ഇവർ ഓപ്പറേറ്റ് ചെയ്ത് കംപ്ലൈന്റ് ആക്കിയതാണോ എന്ന സംശയം പോലും ബലപ്പെടുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാര്യം മൈക്ക് കേടായാൽ എല്ലാവരും ഉപയോഗിക്കുമ്പോൾ തകരാറാകുമ്പോൾ വാർത്തയാകണം. ഇത് അങ്ങനെ ആകില്ല. പിണറായിയുടെ മുന്നിൽ തകരാറിലായാലും അത് വെച്ചുകൊണ്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് വിശ്വാസം കൊണ്ട് കണ്ണടഞ്ഞു പോയവരെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമുള്ള വാചകങ്ങൾ അടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിന്റെ ചെറിയ ഭാഗമാണ് നിങ്ങൾ കണ്ടത്. അതും സർവ്വസാധാരണമായി സംഭവിക്കുന്നു എന്ന മട്ടിൽ അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ 2 ശൈലി കൂടി നാട്ടുകാർ അറിയണം. ഇന്ന് പിണറായിയുടെ മുന്നിലാണ് ആ മൈക്ക് പ്രശ്നമായിരുന്നെങ്കിൽ എന്തോ ഒരു ആഘോഷമായനെ, ക്യാപ്ഷൻ കൊണ്ട് റിലീസ് ചെയ്തതിനെ മൈക്കിന്റെ പുതിയ എപ്പിസോഡ്. പക്ഷെ സവർണ തമ്പുരാന്മാർ വന്നപ്പോ അതൊക്കെ നോർമലൈസ് ചെയ്ത് കാണാനായിട്ട് ജനങ്ങളെ എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പഠിപ്പിക്കുന്നു എന്നതിന്റെ സാക്ഷ്യം കൂടിയാണിത്. ഭരണം മാറിയിട്ടും മൈക്കിന്റെ പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളത്. ഏതായാലും മൈക്കാരൻ ഇനിയും വന്ന് ബുദ്ധിമുട്ടിയില്ല എന്ന് കരുതുകയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്.